അല്ലാഹു നാളെ ചോദിക്കും, മിന്നൈന ഇക്തസബ, എവിടെ നിന്നാ പണമുണ്ടാക്കിയത്? ചോദിക്കും പെങ്ങളെ, ചോദിക്കും. ദുബായിലും അബൂദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവാന അറബിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താക്കിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന, നാട്ടിൽ വന്ന് മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയതെന്ന് അല്ലാഹു ചോദിക്കുന്നതാ. മറുപടി കൊടുക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? കഴിയണം. പട്ടിണി കിടന്നാലും ഹറാമായ പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാന, എവിടേക്കാണ് അബൂ ദുജാന ധൃതി വെച്ചു പോകുന്നത്? പ്രഭാതമാണല്ലോ, കണ്ണീരോടെ ദുആ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, എന്തിനാണ് ഓടുന്നതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് അബൂ ദുജാന പറയുന്നു, നബിയേ, എനിക്ക് 2 മക്കളാ നബിയേ, ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വന്നിട്ട് വേണം എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ നബിയേ. കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല, സുഖമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാതെ എന്റെ കുടുംബം പട്ടിണിയിലാണ് നബിയേ. കാസർഗോഡ് ഹദ്ദാദ് നഗറിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഭർത്താവ് ജോലിക്ക് പോകാതെ പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് വന്നിട്ടുണ്ടോ? ഉപ്പ പൈസ തരാറ് പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ? അല്ലാഹു നമ്മെ വിശപ്പിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ അവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, എന്റെ മക്കള് 3 ദിവസമായി പട്ടിണിയാണ്. അവർക്ക് കഴിക്കാനൊന്നുമില്ല, അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ. അതുകൊണ്ട് ഇന്നലെ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട് അങ്ങയുടെ കൂടെ ദിക്റ് ചൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം ചിലവഴിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ വീട്ടിന്റെ അകത്തുള്ള പ്രിയപ്പെട്ട 2 മക്കള് അല്ലാഹുവിന്റെ റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാതെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാര മനുഷ്യന്റെ ആ മനോഹരമായ ഫലവർഗങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന പഴുത്ത കായ്കനികളില്ലേ നബിയേ, അതെന്റെ അരുമ മക്കള് എഴുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു നബിയേ. എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചു പോയാ അത് ഹറാമല്ലേ നബിയേ, അത് ഹറാമല്ലേ റസൂലേ. അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിന്റെ അകത്തേക്ക് ഭക്ഷണം ഇറങ്ങി പോകാതിരിക്കാൻ എന്റെ കൈ കൊണ്ട് ഞാൻ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ട് നബിയേ. 3 ദിവസമായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് സന്തോഷത്തോടെ ഒരു കായ കിട്ടിയപ്പോ, ഒരു പഴം കിട്ടിയപ്പോ അവര് കഴിച്ചതാണ് നബിയേ. പക്ഷേ ഞാൻ അനുവാദം കൊടുക്കാറ് അവരുടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്തു ഛർദിപ്പിച്ച് കളഞ്ഞു നബിയേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലത്തെ പോലെ എന്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞുപോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂ ദുജാനയുടെ കണ്ണീരിന്റെ വില ഈ സമുദായത്തിനറിയുമോ? ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ, ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ, ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ പരിശ്രമിക്കുന്ന മുസ്ലിമേ, മിൻ ഐന ഇക്തസബ, എവിടെ നിന്ന് പണമുണ്ടാക്കിയെന്ന് അല്ലാഹു ചോദിക്കും മോനെ.